ആലപ്പുഴ എസ്എൽപുരം കെഎസ്ഇബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മർദ്ദിച്ച കേസിൽ സിഐടിയു ജീവനക്കാരായ പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഏപ്രിൽ 2 മാറ്റി. LDF കുടുംബയോഗത്തിന് പോകാൻ കൂട്ട അവധിയെടുത്തതിനെ ചൊല്ലിയായിരുന്നു എസ്എൽപുരം കെഎസ്ഇബി ഓഫീസിലെ കയ്യാങ്കളി. കെഎസ്ഇബി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ രാജേഷ് മോനെ മർദ്ദിച്ചെന്ന കേസിൽ ഇടത് സംഘടനാ ഭാരവാഹികളായ ജീവനക്കാർക്കെതിരെ മാരാരിക്കുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരുന്നു കേസെടുത്തത്. ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇത് 2ാം തവണയാണ് ആലപ്പുഴ ജില്ലാ കോടതി മാറ്റിവെക്കുന്നത്. കഴിഞ്ഞ 16-നാണ് കേസിനാസ്പദമായ സംഭവം. ഇതിനുശേഷം പ്രതികളെല്ലാവരും ഒളിവിലാണ്. സംഭവത്തിൽ കെഎസ്ഇബി അന്വേഷണം നടത്തിയിരുന്നെങ്കിലും വകുപ്പ് തല നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിലെ കോടതി വിധി എന്താണെന്നറിഞ്ഞ ശേഷമായിരിക്കും നടപടി. ജാമ്യാപേക്ഷ തീർപ്പാക്കുന്നതിന് മുൻപ് അച്ചടക്ക നടപടി വന്നാൽ അത് കോടതിയിൽ ഉന്നയിക്കപ്പെടുമെന്നും യൂണിയൻ നേതാക്കൾക്ക് ജാമ്യം കിട്ടാൻ തടസ്സമാകുമെന്നും മനസ്സിലാക്കി ഭരണപക്ഷം സമ്മർദ്ദം ചെലുത്തി നടപടി വൈകിക്കുകയാണെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ ആരോപിക്കുന്നത്. CITU യൂണിയൻ നേതാക്കളുടെ പരാതിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് മോനെതിരെയും കേസെടുത്തിരുന്നു. അവധിയെടുത്ത വിഷയം സംസാരിക്കാൻ ചെന്ന ജീവനക്കാരെ ഉൾപ്പെടെ എഞ്ചിനീയർ തള്ളിയിട്ടെന്നും മർദ്ദിച്ചെന്നുമാണ് മറുവിഭാഗത്തിന്റെ പരാതി. 24 ആലപ്പുഴ.